അസ്ദിഖായി അൽ-അഅ്സാഉ ഫി സ്സഫിൽ അവ്വൽ, ഒന്നാം ക്ലാസ്സിലെ ഏറ്റവും പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അഹ്ലൻ ബിക്കും ഫി ദർസിൽ യൗമൽ ജദീദ്. അഹ്ലൻ വസഹ്ലൻ. നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ പാഠപുസ്തകത്തിലെ 48-ാമത്തെ പേജാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നവറത്ത് അൽ ഉമ്മു ഇല യുംന വയുസ്ര. ഉമ്മ ഇടത്തേക്കും വലത്തേക്കും ഒക്കെ നോക്കി. എവിടേക്കാ നോക്കിയത്? ഇടവും വലവും നോക്കി. വലകിൻ മാ വജദത് ഷൈഅൻ. പക്ഷെ അവൾ ഒന്നും കണ്ടില്ല. വലകിൻ മാ വജദത് ഷൈഅൻ. പക്ഷെ അവൾ ഒന്നും കണ്ടില്ല. ഉമ്മാക്ക് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ഇഖ്തഫൽ ഹയവാൻ ബൈന ശുജൈറാത്ത് വൽ അഗ്റാസ്. കുഞ്ഞു മരങ്ങൾക്കിടയിലും ചെടികൾക്കിടയിലും ഒരു മൃഗം ഒളിഞ്ഞിരുന്നു. ഇഖ്തഫൽ ഹയവാനു ബൈന ശുജൈറാത്ത് വൽ അഗ്റാസ്. ഒരു മൃഗം കുള്ളൻ മരങ്ങൾക്കിടയിലും ചെടികൾക്കിടയിലും ഒളിഞ്ഞിരുന്നു. കൂട്ടുകാരെ, നമുക്ക് ചെയ്യാനുള്ള പ്രവർത്തനമാണത്. നോക്കൂ, നമ്മുടെ പാഠപുസ്തകത്തിൽ ഹയ്യാൻ നുലാഹിമു വനക്തശിഫു. വരുവിൻ, നമുക്ക് ശ്രദ്ധിക്കാം. നോക്കൂ, ഈ കാണുന്ന ചിത്രത്തിൽ ആരോ ഒരാൾ ഇരിക്കുന്നുണ്ട്. വനക്തശിഫു, എന്നിട്ട് നമുക്ക് കണ്ടെത്താം. മൻ, ആരാണ്? മൻ, ആരാണ് മക്കളെ? മൻ യഖ്തഫി ബൈനൽ അശ്ജാരി വൽ അഗ്റാസ്. നോക്കൂ, മരങ്ങൾക്കിടയിലും ചെടികൾക്കിടയിലും പമ്മി പതുങ്ങിയിരിക്കുന്ന കൊച്ചു കള്ളൻ ആരാണ്? മൻ, ആരാണ് കൂട്ടുകാരെ? നിങ്ങളോ പറഞ്ഞല്ലോ കെൽബാണെന്ന്. കെൽബാണോ? അല്ല, അല്ലേ? വാല് നീണ്ട വാലാണ്. അപ്പൊ ആരായിരിക്കും? ആരോ പറഞ്ഞു കുറുക്കനാണല്ലേ. കോഴിയെ ഇഷ്ടമുള്ള കുറുക്കൻ. സഅലബ്. നഅം, ഹാദാ സഅലബ്. ഇപ്പോൾ കിട്ടിയില്ലേ? ഹാദാ സഅലബ്. മൻ? ഹാദാ സഅലബ്. കൂട്ടുകാരെ ഒന്ന് പറഞ്ഞു നോക്കിക്കോളൂ. മൻ, ആരാണ്? ഹാദാ സഅലബ്. മൻ, ആരാണ് മക്കളെ? ഹാദാ സഅലബ്. മൻ, ആരാണിത്? ഹാദാ സഅലബ്. കൂട്ടുകാർക്ക് മനസ്സിലായോ? എങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. സഅലബിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയി കുറെ മരങ്ങളുണ്ട്. ആ മരങ്ങൾക്ക് നിങ്ങൾ നിറം നൽകുമോ? സഅലബിനും അനുയോജ്യമായ നിറം നിങ്ങൾ നൽകണം കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള കളർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറം നൽകണം. എങ്കിൽ അത് അനുയോജ്യമായിരിക്കുകയും വേണം. ആർക്കൊക്കെയാണ് നൽകേണ്ടത്? സഅലബിനും നൽകണം. പിന്നെ ആർക്കാ നൽകേണ്ടത്? അതിന് ചുറ്റുമുള്ള മരങ്ങൾക്കും ചെടികൾക്കും ഒക്കെ നൽകണം കേട്ടോ. ഓക്കെ, എല്ലാ കൂട്ടുകാരും റെഡിയല്ലേ? എങ്കിൽ അടുത്ത പ്രവർത്തനം നോക്കിക്കോളൂ. എന്താണത്? ഹയ്യാ നൻഷുദു. വരുവിൻ, നമുക്ക് പാടാം. ഹയ്യാ നൻഷുദു. വരുവിൻ, നമുക്ക് പാടാം. താഉൻ തീനുൻ ഫിൽ വാദി സാഉൻ സൗബി മാ അഹ്ലാഹു. ഒന്ന് പാടിക്കോളൂ. താഉൻ തീനുൻ ഫിൽ വാദി സാഉൻ സൗബി മാ അഹ്ലാഹു. ഒന്നുകൂടെ. താഉൻ തീനുൻ ഫിൽ വാദി സാഉൻ സൗബി മാ അഹ്ലാഹു. താഉൻ തീനുൻ ഫിൽ വാദി സാഉൻ സൗബി മാ അഹ്ലാഹു. താഉൻ തീനുൻ ഫിൽ വാദി സാഉൻ സൗബി മാ അഹ്ലാഹു. താഉൻ തീനുൻ
ഫിൽ വാദി സാഉൻ സൗബി മാ ഹലാ താഉൻ തീനുൻ ഫിൽ വാദി സാഉൻ സൗബി മാ ഹലാ. ഏതൊക്കെ അക്ഷരങ്ങളാണ് പറഞ്ഞത്? താഉൻ, താഉൻ എന്നുള്ളതിന് എത്ര നുഖ്തയാണുള്ളത്, എത്ര പുള്ളിയാണുള്ളത്? നഅം നുഖ്തതൈനി, 2 പുള്ളികൾ. നുഖ്തതൈൻ 2 പുള്ളികൾ. ആർക്കാണ്? താഇന്. താഇന് 2 പുള്ളി. നമ്മൾ മുമ്പത്തെ ഒരു ക്ലാസ്സിൽ എഴുതുന്ന രൂപമൊക്കെ പഠിച്ചിട്ടുണ്ട്, കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടാകും. താഉൻ 2 പുള്ളിയാണല്ലേ. ഇനി സാ ഉണ്ട്. സാ അതുപോലെ തന്നെയാണ് എഴുതുന്നത്, തോണി പോലെ എഴുതി എത്ര പുള്ളിയാണ് കൊടുക്കേണ്ടത്? സലാസു നുഖ്താത്ത്, 3 പുള്ളികൾ നൽകണം. എത്ര പുള്ളികളാണ്? 3 പുള്ളികൾ നൽകണം. അപ്പൊ 3 പുള്ളിയുള്ളത് ഏതാണ്? സാ. ആ സാ വെച്ച് നമ്മൾ ഏതോ ഒരു പദം പഠിച്ചിട്ടുണ്ടല്ലോ. ഏതാണത്? സൂമുൻ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലേ? താ വെച്ചിട്ടും നമ്മൾ ഒരു പദം പഠിച്ചിട്ടുണ്ടല്ലോ. ഏതാണത്? നഅം തുഫാഹുൻ. പിന്നെ എന്തൊക്കെയോ പഠിച്ചിരുന്നു അല്ലേ? തിൽഫാസ് പഠിച്ചിരുന്നില്ലേ? നമ്മുടെ വീട്ടിലുള്ള ടെലിവിഷൻ. നഅം, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഇന്ന് നോക്കൂ, സൗബി എന്നാ പറഞ്ഞത്, വസ്ത്രം. സൗബ് എന്ന് പറഞ്ഞാൽ എന്താ? വസ്ത്രം. അത് നമ്മൾ പഠിച്ചില്ലേ? നഅം. അപ്പോ നമ്മൾ ഇന്നൊരു ഗാനവും പഠിച്ചു. സാലബിന് നിറം നൽകി, സാലബിന് ചുറ്റുമുള്ള മരങ്ങൾക്കും നിറം നൽകിയല്ലേ? നല്ല കൂട്ടുകാരാണല്ലോ. അഹ്സൻതും, മുംതാസ്. നഅം. ഇനി അടുത്തത് നോക്കിക്കേ കൂട്ടുകാരെ. ഹയ്യ, വരുവിൻ. നക്തുബു, നമുക്ക് എഴുതാം. ഹയ്യ, വരുവിൻ. നക്തുബു, നമുക്ക് എഴുതാം. എഴുതുന്നത് എങ്ങനെയാണ്? എന്താണ് എഴുതേണ്ടത്? നോക്കൂ, താഴെ ഡാഷ് കാണുന്നുണ്ട്. ഒരു വാക്ക് അതിന്റെ വലതുഭാഗത്തുണ്ട്. താഴെ മറ്റൊരു ഡാഷ് കാണുന്നുണ്ട്. പിന്നെയും 2 പദങ്ങൾ അപ്പുറത്തുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അത് തന്നെയാണ് ഡാഷ് ഉള്ള സ്ഥലത്ത് എഴുതേണ്ടത്. നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ. യഫിറു സഅലബു, കുറുക്കൻ പേടിച്ചോടുന്നു എന്നാണ് പറയുന്നത്. യഫിറു അസ്സഅലബു. നോക്കൂ, സ എന്നുള്ള അക്ഷരം വീണ്ടും വന്നു. യഫിറു സഅലബു. അതുപോലെ നിങ്ങളുടെ ദഫ്തർ, നോട്ട് ബുക്കിൽ ഒരു 10 പ്രാവശ്യം എഴുതുമോ? വീട്ടിൽ നിന്ന് എഴുതിയിട്ട് ടീച്ചർക്ക് അയച്ചു കൊടുക്കുമോ? നല്ല കുട്ടികളാണല്ലേ. യഫിറു സഅലബു എന്ന് നിങ്ങളുടെ ദഫ്തറിൽ 10 പ്രാവശ്യം ആദ്യം എഴുതണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. അതിന്റെ താഴെ എന്താ? യഫ്റഹുൽ ഫർഹു. യഫ്റഹുൽ ഫർഹു. കിളിക്കുഞ്ഞ് സന്തോഷിക്കുന്നു എന്ന്. കിളിക്കുഞ്ഞ് ആഹ്ലാദിക്കുന്നു, സന്തോഷിക്കുന്നു. യഫ്റഹുൽ ഫർഹു. കൂട്ടുകാരെ, അതും നിങ്ങളുടെ ദഫ്തറിൽ 10 പ്രാവശ്യം എഴുതണം. എന്നിട്ട് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. ശേഷം നിങ്ങളുടെ പാഠപുസ്തകത്തിൽ കലമു റസാസ് കൊണ്ട്, അതായത് കടലാസ് പെൻസിൽ ഉപയോഗിച്ച് ആ വാക്ക് ഡാഷ് കൊടുത്ത ഭാഗത്ത് എഴുതുകയും ചെയ്യുമല്ലോ. യഫിറു സഅലബു എന്നും ഡാഷ് കൊടുത്ത സ്ഥലത്ത് എഴുതണം. യഫ്റഹുൽ ഫർഹു എന്നും ഡാഷ് കൊടുത്ത സ്ഥലത്ത് എഴുതി ടീച്ചർക്ക് അയച്ചു കൊടുക്കുമല്ലോ മക്കളെ. നോക്കൂ, നമ്മൾ ഇതുവരെ പഠിച്ച എത്ര അക്ഷരങ്ങളാണുള്ളത്? 8 അക്ഷരങ്ങളുണ്ട്. അവ നമുക്ക് വീട്ടിൽ നിന്ന് എഴുതി പഠിക്കാനുള്ളതാണ്. നോക്കൂ, അലിഫ്, റാ, ബാ, കേഫ്, ലാം, താ, ഫാ, ഫാ. എത്ര അക്ഷരങ്ങൾ പഠിച്ചു? 8 അക്ഷരങ്ങൾ പഠിച്ചില്ലേ? ഒന്നുകൂടെ പറഞ്ഞു നോക്കിക്കോളൂ മക്കളെ. അലിഫ്, റാ, ബാ, കേഫ്, ലാം, താ, ഫാ, ഫാ. 8 അക്ഷരങ്ങളുണ്ട്. ഇവ മുഴുവനായി നിങ്ങളുടെ നോട്ട് ബുക്കിൽ പലതവണ എഴുതി വായിച്ചു നോക്കണം കേട്ടോ.
അലിഫ്, റാ, ബാ, കേഫ്, ലാം, താ, ഫാ, സാ. അലിഫ്, റാ, ബാ, കേഫ്, ലാം, താ, ഫാ, സാ. നിങ്ങൾക്ക് ഈ അക്ഷരങ്ങൾ മനസ്സിലായില്ലേ? നമ്മൾ മുമ്പ് പഠിച്ചതാണ് ഈ അക്ഷരങ്ങളൊക്കെ. നിങ്ങള് വീണ്ടും വീണ്ടും ഇത് വായിച്ചു നോക്കണം കേട്ടോ. ഇനി നോക്കിക്കേ കൂട്ടുകാരെ, നക്തുബു അൽ കലിമാത്ത് കമാ ഫിൽ മിസാൽ. നോക്കൂ, ഉദാഹരണത്തിലുള്ളതുപോലെ നമുക്ക് വാക്കുകൾ എഴുതണം. നോക്കൂ, ആ കൊണ്ട് തുടങ്ങുന്ന ഒരു വാക്ക് എഴുതുകയല്ലേ അവിടെ എഴുതിയിട്ടുണ്ടത്. എന്താണത്? അർനബ്. ഇനി ലാ കൊണ്ടുള്ള വാക്ക് എഴുതണം. ഏതായിരിക്കും ലാ കൊണ്ടുള്ള വാക്ക്? പറഞ്ഞോളൂ. ലഖലഖോൻ. എഴുതില്ലേ മക്കളെ? എഴുതണം കേട്ടോ. ലാമ് എന്ന് കൊടുത്തതിന് ശേഷം ലഖലഖ് എന്ന് എഴുതണം കേട്ടോ. അടുത്തത് നോക്കിക്കോളൂ. കേഫ്. കേഫ് വെച്ചിട്ടൊരു വാക്ക് പറഞ്ഞേ. കെൽബുൻ. കെൽബുൻ. കെൽബുൻ എന്ന് എഴുതില്ലേ മക്കളെ? നാം. ഇനി റോ വെച്ചിട്ടൊരു പദം പറയണം. എങ്ങനെയാണ് എഴുതുന്നത്? റുമ്മാൻ. നാം. റുമ്മാൻ. റുമ്മാൻ. അടുത്തത് നോക്കിക്കോളൂ. ബാ വെച്ചിട്ട് നമ്മൾ പഠിച്ചിരുന്നില്ലേ? ബാ വെച്ചിട്ട് ഏത് വാക്കാണ് നമ്മൾ പഠിച്ചത്? ബത്വത്വൻ. നാം. ബത്വത്വൻ പഠിച്ചില്ലേ? എല്ലാ കൂട്ടുകാർക്കും ഓർമ്മയില്ലേ? ബത്വത്വൻ. അടുത്തത് നോക്കിക്കേ. താവ് വെച്ചിട്ട്. താവ് വെച്ചിട്ട് ഒരു കലിമത്ത് പറഞ്ഞേ. തുഫാഹുൻ. നാം. തുഫാഹുൻ. അടുത്തത് നോക്കിക്കോളൂ. സാ എന്ന അക്ഷരം വെച്ചിട്ട് ഒരു വാക്ക് പറഞ്ഞോളൂ. സൂമുൻ. നാം. സൂമുൻ. സൂമുൻ. അടുത്തത് ഏതാണ് അക്ഷരം? ഫാ. ഫാ വെച്ചിട്ട് ഏതാണ്? ഏത് വാക്കാ നമ്മൾ പഠിച്ചത്? ഫനസുൻ. ഫനസുൻ. ഫാഉൻ. ഫനസുൻ. കുഞ്ഞുമക്കളെ, ഇന്ന് നമ്മൾ 2 പഠന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. അൽ വറഖത്തുൽ അമലിയ. എന്തൊക്കെയാണത്? നമ്മൾ ഇതുവരെ പഠിച്ച അക്ഷരങ്ങൾ നമ്മളുടെ ദഫ്തറിൽ എഴുതി വെക്കണം. നമ്മുടെ ദഫ്തറിൽ എന്താണ് എഴുതി വെക്കേണ്ടത്? നമ്മൾ ഇതുവരെ പഠിച്ച 8 അക്ഷരങ്ങൾ നമ്മുടെ ദഫ്തറിൽ പല പ്രാവശ്യം എഴുതി വെച്ച് ടീച്ചർക്ക് അയച്ചു കൊടുക്കണം കേട്ടോ. അയച്ചു കൊടുക്കുക മാത്രമല്ല, നിങ്ങൾ അത് ടീച്ചർക്ക് വായിച്ച് അതിന്റെ വോയിസും അയച്ചു കൊടുക്കണം. ആഹാ. അപ്പൊ ടീച്ചർ നിങ്ങൾക്ക് അഹ്സൻതയും മുംതാസും ഒക്കെ തരും. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? നമ്മൾ അവസാനം ഈ 8 അക്ഷരങ്ങൾ വെച്ചുള്ള കലിമാത്തുകൾ എഴുതിയില്ലേ? അറബി പദങ്ങൾ എഴുതിയില്ലേ? ആ പദങ്ങളും നിങ്ങൾ എഴുതി ദഫ്തറിൽ സൂക്ഷിക്കുകയും ടീച്ചർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യണം. അപ്പൊ വീണ്ടും നിങ്ങൾക്ക് അഹ്സൻതയും മുംതാസും വെരി ഗുഡും ഗുഡും എല്ലാം കിട്ടുമല്ലേ? അങ്ങനെ നല്ല കുട്ടികളായി പഠിച്ച് നിങ്ങളുടെ രക്ഷിതാക്കൾക്കൊക്കെ വായിച്ചു കൊടുക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത യൂണിറ്റുമായി, അതായത് നമ്മുടെ 3ാമത്തെ യൂണിറ്റുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.